അവനോട് ആദ്യം റേഡിയോ കയറാൻ പറഞ്ഞു പൊണ്ടച്ചിയോട്. ഹലോ സുഖം സുഖം. ഞാൻ വണ്ടി എടുക്കട്ടെ, ഇവിടെ അല്ല ഇടിച്ചു തെറിപ്പിക്കും. സൈലോട്ട് ഭയങ്കര സ്പീഡിൽ വരുന്ന എല്ലാരും. ഇവിടെ മാറില്ല, ഇവിടെ അയ്യോ സായിപ്പും കൂടെ വരണല്ലേ. സുഖല്ലേ? ഇത് എന്റെ കസ്റ്റമർ വണ്ടി. വലിയ ആളായി പോയല്ലോ ഇപ്പൊ. നിങ്ങളല്ലേ വലിയ ആളായി പോയത്. വേറെ ഇവിടെ കുറച്ചാൾ സിറ്റിയിലൊന്നും ഇല്ലായിരുന്നല്ലോ. എവിടെയായിരുന്നു? സിറ്റിയിലായിരുന്നു, പുറത്തായിരുന്നു. തിരിച്ചെത്തിയപ്പോഴല്ലേ? കുറച്ചു ദിവസം ഇവിടെ കാണും. ഓ പിന്നല്ല, കാണാം നമുക്ക് കാണണം. പിന്നല്ലാതെ അകത്തോട്ട് കാർലോ അവിടെ കെവിയുടെ പിള്ളേരുടെ നിൽക്കുന്നു. ആണോ? ഇനോഗ്രേഷൻ അത് ഈ ഷെയ്ക്ക് ഞാൻ 9:45 റെഡി ആയിരിക്കണേ. ആണോ? ഷെയ്ക്കിന്റെ പ്രശ്നം ഇതെല്ലാം. ഷെയ്ക്കിന്റെ ഒരു കോർഡിനേഷൻ ഇല്ല. സത്യം ഷെയ്ക്കിന്റെ അടുത്ത് ഡേറ്റ് പറഞ്ഞ ഞാൻ വന്നത് പോലും. ആണോ? അതെ ഷെയ്ക്കാ ഉത്തരവാദിത്തം ഇല്ലാത്ത പണ്ടത്തെ സിറ്റുവേഷനൊക്കെ ഓർമ്മ വരണ. കേവിയായിട്ട് ഇപ്പൊ ഒരു സിറ്റുവേഷൻ ഇതായി കഴിഞ്ഞുള്ളൂ. അവിടെ കാണാൻ പോയി എന്തെങ്കിലും സംസാരിച്ച് അടിച്ച് പല്ല് പൊഴിക്കുവോ? ഞാൻ അവിടെ റിക്മാനെ ചെറഞ്ഞൊരു നോട്ടം ഞാൻ ചോദിച്ചേട്ടാ. ആരോ ചൂടായെന്നറിയാം. ആണോ? ആ വെച്ചാലും ഞങ്ങൾ നോക്കിക്കത്തേ ഉള്ളൂ. ഞങ്ങൾ ഇടപെടത്ത് പോലും ഇല്ല. എങ്ങോട്ടാ വരണ്ടേ? നമുക്ക് കാർലോ വരുന്നുണ്ട്. കാർലോ അവിടെ ഡ്രസ് ഷോപ്പിലുണ്ട് പറഞ്ഞു. കാർലോം കൂടി വന്നാൽ നമുക്ക് ഒരുമിച്ച് അങ്ങനെ നേരെ ബുർജിൽ പോവാം. ആദ്യം ബുർജിന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാൻഷനിൽ പോവാം. അവിടെയാണ് പരിപാടി. പെട്ടെന്ന് ഇനാഗ്രേഷൻ നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഹലോ ഈ സൈഡിൽ ഒതുങ്ങി എന്നാലും വണ്ടി കൊണ്ടു ഇടിക്കൂ. എന്താണ് ഇത്? ആരാ ബ്രോ? വണ്ടി എടുത്തോണ്ട് പോണ എന്റെ വണ്ടി. ഇറങ്ങിയോ? ആരാ? നീ സ്റ്റീവാണ് എടുത്ത? അതെ സ്റ്റീവാ. ഇതാരാ? പിന്നെ അവന്റെ വണ്ടി ഇവിടെ വന്നപ്പോഴേ നിന്നുപോയി. കത്തിപ്പോയെന്ന് തോന്നുന്നുണ്ടോ? നമ്മളായിരുന്നു പൊട്ടന്മാര്. ഷെമീറാണോ അത്? ലോഡായിട്ടുണ്ടാവില്ലടാ. ഇങ്ങനെയൊക്കെ നമ്മള് സംസാരിക്കാവോ? ബോറാണെന്നോ? എന്ത് ബോറാണ്? പരിപാടി ഇതിപ്പോ എങ്ങനെയാ തുടങ്ങണേ? നിങ്ങള് മെയിൻ ഗസ്റ്റ് ഒക്കെ അങ്ങോട്ട് സംസാരിക്കും. നിങ്ങൾ ഒരുമിച്ച് സംസാരിക്കേ. ഷെയ്ക്കിന്റെ പരിപാടി പോസ്റ്ററിലില്ലെങ്കിലും നിനക്കും വരാൻ കേട്ടോ ചന്ദ്ര. എങ്ങോട്ടാ വരണ്ടേ? വണ്ടി ഉണ്ടോ? എന്റെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കിയുള്ളവർ എന്തായിരിക്കും? നമ്മളവിടെ നിന്ന് കാണാവുന്നതാ. എന്ത് ബാക്കിയുള്ളവരൊക്കെ എത്തിയോ?
എന്ത് ഷെയ്ക്ക് എന്ത് അണ്ണനാന്ന് തോന്നുന്നു 100 പൂച്ചെണ്ടുകൾ. പുള്ളി പരിപാടി കഴിഞ്ഞ് പുള്ളി പോയി ഇല്ലല്ലോ പുറകെ നിൽക്കുന്നു ഷേക്കല്ല പിന്നെ അത് ചാർജ് ചെയ്യാ പുറകിലിരിക്കുന്നത് ഷെയ്ക്ക് അല്ലെന്ന് മനസ്സിലാവില്ല അല്ല കണ്ടാ മനസ്സിലാവില്ല നിനക്കൊന്നും ഷെയ്ക്ക് അല്ല എന്റെ തൊലി വിരിഞ്ഞ് ഷേക്കിന്റെ പോലെ ആളാ പുള്ളിക്ക് താടിയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഷേക്കല്ലെന്ന്. അയ്യോ ശബ്ദം വരുന്നില്ല. റിയൽ ലൈഫില് മുടി പോലെ ഉണ്ടല്ലേ കണ്ണാടി മുടിയൊക്കെ അവര് വന്നില്ലെന്നാ തോന്നണ. സിറ്റി മൊത്തം ഇവിടെ ഉണ്ട് ചന്ദ്ര താടി മീശ ഞാനിപ്പോ ആർക്കില്ല എല്ലാവർക്കും ഉണ്ടല്ലോ ഉണ്ടോ ഇപ്പൊ ശരിയാ താടി മീശയെ പറ്റി എന്തൊക്കെയോ പറയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഇത് വേറൊരാളെ നടത്തുന്ന പരിപാടിയായിട്ട് നിങ്ങൾ മറ്റേ ഡിസിപ്ലിൻ ആൻഡ് ഡെക്കോർ ഒന്നും പ്രതീക്ഷിക്കരുത്. പബ്ലിക് ഇൻവിറ്റേഷൻ ആവും, ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അതനുസരിച്ച് നിങ്ങൾ കാണണം. കുറ്റി അടിച്ചോളക്കാൻ മാറി കൊടുക്കാൻ ഞാനോ പിന്നെ നീ അല്ലാണ്ട് ഞാൻ എന്തിനു മാറണം? ചന്ദ്രന്റെ അടുത്തല്ല. കാറിലെത്തിയോ നമ്മളോടല്ല. താങ്ക് യു മിയ ഖലീഫ ഉണ്ടെന്ന് പറഞ്ഞു. സ്റ്റേജിന്റെ ബാക്കില് ഇതൊരു ആർത്തിയാണ്. വെൽക്കം വെൽക്കം നമുക്ക് വേദിയിലേക്ക് ഇരുന്നാലോ? അയ്യോ ആരും വന്നില്ലേ? എല്ലാരും ഫേസ് ഒക്കെ ഒന്ന് ഇതായി കണ്ടല്ലേ. എടാ നമ്മളെ പരിപാടി അത് കൊള്ളാം. So please sit towards your right. ഇപ്പൊ കിട്ടി നമ്മളെ പരിപാടി Left side. വിഷയം സെറ്റ് അടിയിട്ടുണ്ടല്ലോ പരിപാടി. ഗസ്റ്റിനൊക്കെ റൈറ്റ്. Yeah. Please sit here. VIPs ഒക്കെ നീ ബാക്ക് പോ വേണ്ടല്ലേ? ഞാൻ സൈഡിലോട്ട് ഇരിക്കണേ. അല്ലെങ്കിൽ ഒരു മൂലക്ക് ഈ സൈഡിലേക്ക് സ്റ്റേജ് കയറലടാ സ്റ്റേജ് കയറല ഇപ്പൊ എല്ലാവരും റേഡിയോക്ക് ഇത്ര ശബ്ദമുള്ളൂ. എടാ ഒന്ന് അയ്യോ എന്നെ വിളിച്ചില്ലായിരുന്നു, ഞാൻ വലിഞ്ഞു കയറി വന്നു കേട്ടോ. എന്നെ ഓൾറെഡി വിളിച്ചായിരുന്നോ? കത്തലുണ്ടോ? ഹലോ ഹലോ എന്നെ വിളിച്ചായിരുന്നല്ലേ, ഞാൻ വെറുതെ വിളിച്ചില്ലൊന്നും. ഹായ് എങ്ങനെ ഇങ്ങനെ ടാറ്റ എങ്ങനെ ആക്കുവാ? മറ്റേ സാധനം ഷേക്ക് റേഡിയോ ഷേക്ക് 41.41 അത് F4 നോക്കിട്ട് വാസന ഏതാ വാസന ഏതാ എനിക്കറിയില്ലതിനെ പറ്റി. എന്താ ഈ ഹൈഫൈ കൊടുക്കുന്ന ഒരു സാധനല്ലേ എന്താന്ന്? അത് F4 നോക്കിയിട്ട് എനിക്കും അറിയില്ല. എന്നാ എന്തെങ്കിലും ഒരു റിമോട്ട് കൊടുക്കാം. അല്ലാ എന്താ ഓക്കെ. അയ്യോ നാട്ടുകാര് ഹലോ കേക്കുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഷെയ്ക്ക് ഇവിടെ ഒരു ബുർജ് ഖലീഫ തുടങ്ങുന്നതാണ്. അപ്പൊ അതിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഇതിന്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ഞാനും വാസുണ്ണനും കാർലോയും കൂടി ചെയ്യാൻ പോയാണ്. അപ്പൊ എന്റെ ഭാഗത്തു നിന്നുള്ള വാസണെന്ന് വിളിക്കുമ്പോ എനിക്ക് എന്തോ
രണ്ടു വാക്ക് വാസുകൊണ്ട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാൾക്ക് ശേഷം തൊപ്പിക്കാരനെയും അതേപോലെ തന്നെ കാർലോയെ കാണാറുണ്ട്. തൊപ്പിക്കാരനെയൊക്കെ ഒരുപാട് നാൾക്ക് ശേഷം നമുക്ക് കാണാൻ പറ്റി. ഇങ്ങനൊരു അവസരത്തില് ഞങ്ങളെ 3 പേരെ ഇൻവൈറ്റ് ചെയ്തതിന് ഷെയ്ഖിന് ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളുന്നു. പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി കാർലോ സംസാരിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഒരു ഗസ്റ്റ് ഇൻവൈറ്റ് ചെയ്ത ഷെയ്ഖിന് എൻ്റെ ഒരു താങ്ക് യു. ഈ സിറ്റിയിലെ ഇപ്പോൾ ഇത് ഫസ്റ്റത്തെ ഒരു സംരംഭമല്ല ഷെയ്ഖിൻ്റെ. ഇതിന് മുന്നേ ഒരു ബാങ്കിന്റെ പരിപാടികളും അതിന് മുന്നേ ഒരുപാട് സംഭവങ്ങൾ ഈ സിറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ സിറ്റിയിലെ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ. എല്ലാവരുടെയും POV സൗണ്ട് കുറവാണോ? അപ്പൊ ഈ ഒരു സിറ്റിയിലെ പ്ലേയേഴ്സിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള സിറ്റിയിൽ കളിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ടീം കൊണ്ടുവരുന്നുണ്ട്. അതിലെ ഒരെണ്ണം മാത്രമാണ് ഈ ഒരു പറയുന്നത്. ഇപ്പോ ഇനിയും ഫ്യൂച്ചറിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇവരുടെ ഭാഗത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ എന്റെ വാക്ക് എന്തിനാ 2 വാക്ക് പറയുന്നത്? ഇന്നെന്തിനാണ് ഈ വിളിച്ചത്? രണ്ടു വാക്ക് സംസാരിച്ച് കേൾക്കാം. നിന്റെ ബിൽഡിംഗ് അല്ല. ഞാൻ എന്താ പറയാ, അല്ലല്ല ജമീർ കൂടി പറയട്ടെ, ജമീർ കൂടി പറയട്ടെ. രണ്ടു വാക്ക്. ഞാൻ സംസാരിക്കാലോ. ഒരു പാട്ടായാലോ? പാട്ട് വേണ്ട, പാട്ട് വേണ്ട, പാട്ട് വേണ്ട. നീ സംസാരിക്കും, നീ സംസാരിക്കും ബുദ്ധിമുട്ടാതെ ഒന്ന് കേൾക്കാം. അപ്പൊ ഷെയ്ഖിന്റെ ഈ ബാങ്ക് ഉദ്ഘാടനം ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സംഭവം തട്ടുകട ഷമീറെ എന്താ പരിപാടി? എന്താ ഇത്? തട്ടുകടല്ല, ഇത് ബുർജ് ഖലീഫ. ബുർജ് ഖലീഫ, ഷെയ്ഖിന്റെ ബുർജ് ഖലീഫ ഉദ്ഘാടനം ചെയ്തതായി നമ്മൾ അടിയന്തര അവസ്ഥയിൽ സംസാരിച്ചു കൊള്ളുന്നു. അപ്പോ ഹാപ്പി ഇനോഗ്രേഷൻ. ഒരു പാട്ടും കൂടി. എന്നൊരു പാട്ട്. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. അടിപൊളി 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 അടിപൊളി. താങ്ക് യു. കൈയടിക്കേണ്ട ഇമോട്ട് അറിയില്ല, അല്ല കൈയടിക്കായിരുന്നു. അപ്പൊ ആങ്കർ നമ്മുടെ ഫോർമൽ ഫംഗ്ഷൻ ഇവിടെ കഴിഞ്ഞായിട്ട് അറിയിക്കുന്നു. നമുക്ക് അടുത്തത് നമ്മളെ ഈ പരിപാടി ഫ്ലോപ്പ് ആയി തോന്നല്ലോ. ആരും പെർഫോമൻസ് ചെയ്യുന്നില്ല. പെർഫോം ചെയ്യാൻ അപ്പുറത്ത് ഐലാൻഡിലെ പെർഫോമൻസ് പാട്ടും വേറെ ഒരു ട്രിവിൻ എന്ന് പറഞ്ഞ ടീമിന്റെ മാക്കിന്റെ പാട്ടുണ്ടോ? ഫാത്തിമല്ല, നിന്റെ ഫാത്തിമല്ല, മനസ്സിലായോ? നമുക്ക് അങ്ങോട്ട് ഭയങ്കര ഡിലേ നടന്നു പോകാനുള്ള ദൂരമുള്ളോ? നടന്നു പോകാനുള്ള ദൂരമുള്ളോ? അല്ല നടന്ന. ഹലോ ഹലോ വാസ്തുണ്ണ, എടാ എനിക്ക് പറയടാ. സുഖല്ലേ? സുഖമാണ് സുഖമാണോടാ, സുഖമാണ്. പിന്നെ ഞാനിവിടുത്തെ സിറ്റിയിലെ ചെറിയൊരു അടിറോസ് അല്ലേ, എല്ലാത്തിനും പോവും. പിന്നെ കൊറേ പരിപാടി ഉണ്ട്. ഇനി ഇവിടുന്ന് എങ്ങോട്ടാ പോകണ്ടേ? ഇവന്റെ ഓരോ ഫ്ലോപ്പ് പരിപാടിയും. ഒരു കാര്യം ചെയ്യട്ടെ, ഇതിപ്പോ ആദ്യത്തെ ഇനോഗ്രേഷൻ കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള 2 ഇനോഗ്രേഷന്റെ ഫണ്ട് തന്നാലും ഇവിടുന്ന് വരാൻ പറ്റത്തുള്ളൂ. ഫണ്ട് എന്നുള്ള ചിന്ത മാറ്റിക്കൂടെ നിങ്ങൾക്ക് എപ്പോഴേലും? ഫണ്ടിന് ഫണ്ട് തരാം, ഇത് പരിപാടി ഒന്ന് നടത്തട്ടെ പാപ്പാ. ഹലോ, അല്ല പരിപാടി നിങ്ങൾ മുക്കിയാലോ?
ഇതാണ് പറഞ്ഞത് guys, ഈ സിറ്റിയിൽ എല്ലാരും ഇൻവൈറ്റ് ചെയ്തിട്ട് പരിപാടി ഇവിടെ നടത്താൻ വലിയ പാടാണ്, ഭയങ്കര പാടാണ്. മനസ്സിലായില്ല. നോട്ട് അറ്റ് ഓൾ ഈസിയാണ്, മനസ്സിലായോ? പ്രത്യേകിച്ച് ഓപ്പണിംഗ് നമുക്ക് എല്ലാവരും കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഹലോ എടാ കയപ്പരി അങ്ങോട്ടോ ഓടിയോ എല്ലാരും കൂട്ടണ്ടേ ഷമീറില്ലേ കൊറേ സ്പേസ് ഉണ്ട്, 2-3 ആളെ കൂട്ട അടത്തുന്നവരാരും മിണ്ടി മറിഞ്ഞിരിക്കണ്ടേ. നമ്മൾ ബാക്കിലുണ്ട്, തുമ്പി ബാക്കിലുണ്ട്. ഞാൻ നിർത്താ തിരിക്ക ആ ബസ് സ്റ്റോപ്പിൽ നിർത്തി പെണ്ണ് വണ്ടി കംപ്ലൈന്റ് അയ്യോ ഇല്ല ഞാൻ തൊപ്പിക്ക് ഡിലേ ആവും ഇത് ശരിക്കും അവിടെ എത്തിയ ഇന്നൊന്നും നടക്കൂല കേട്ടാ. കേറാൻ കഴിയില്ല ഇതില് സ്ഥലല്ല പെട്ടെന്ന് കയറിക്കില്ലേ താരനെ കയറ്റി കൊണ്ടുപോകാനാണ്. ഇല്ലടാ ഇത് ഫുള്ളാ, ഇത് 4 സീറ്റാ. എങ്ങനാ ഷെയ്ക്കിന്റെ ശിങ്കടിക്കടാ, റേഡിയോ ഓഫ് ആക്കട്ടെ. റേഡിയോ സെയിം അവിടെ ഓഫ് ചെയ്യണ്ടടാ, ആ മ്യൂട്ടായി കളഞ്ഞാ മതി മോള്. ഇൻ ഗെയിം മണി എത്ര വാങ്ങി ഇനാഗ്രേഷൻ? എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് എന്നെ പുള്ളി കുറച്ച് ദിവസം അടുപ്പിച്ച് കുറച്ച് ദിവസമായിട്ട് എന്നെ ഫോണില് ഹോസ്റ്റലിൽ എന്നെ വിളിച്ചായിരുന്നു പരിപാടിക്ക് വരണോ. പിന്നെ ഞാൻ അതുകൊണ്ട് എത്ര ലേറ്റ് ആയിട്ട് ഇതിനകത്ത് ഇരിക്കണം, മനസ്സിലായോ? ഞാനും ആലോചിക്കുന്നത് എന്തൊരവസ്ഥ. പിന്നെ പൈസ ആണ് എന്തോ പറ ഇങ്ങോട്ട് കേള് തീർന്നോ? ഇപ്പൊ ശരി. ഓ ഞാൻ കാറിലുണ്ട് അതിനകത്തിരിക്കുന്നത്